ആദ്യം അത് പറയ്. അത് വർക്കൗട്ട് ആവോ ഇല്ലേന്ന് നോക്കട്ടെ. ഇപ്പോ ഒരു 25 ലക്ഷം രൂപ വെറുതെ പോയി കിട്ടി. അതിന്റെ വിഷമം മാറിയിട്ടില്ല. ആ പോയ 25 ലക്ഷം തിരികെ പിടിക്കാനാ എന്റെ പുതിയ പ്ലാൻ. എനിക്കത് തിരികെ കിട്ടിയേ പറ്റൂ. കാരണേ 25 ലക്ഷം പോയതേ എന്റെ അക്കൗണ്ടിൽ നിന്നാ. അമ്മ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ പ്ലാൻ എന്താണെന്ന് പറയും. എടാ, കുക്കിംഗ് കോമ്പറ്റീഷനില് ആ ഋതികയ്ക്ക് എതിരാളിയായി ഞാൻ ഇറക്കാൻ പോകുന്നതേ ആരെയാണെന്ന് നിനക്കറിയോ? ആരെ? ഈ വർഷം ഹോട്ടൽ മാനേജ്മെന്റിൽ 1ാം റാങ്ക് വാങ്ങിയ ഒരു പെൺകുട്ടിയെ. അതിനാ ഞാൻ നിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങിയത്. അംബികയ്ക്ക് 1 രൂപ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാനും അറിയാം. അമ്മയുടെ ഈ പ്ലാൻ വർക്കാവും, ഉറപ്പാ. കുക്കിംഗ് കോമ്പറ്റീഷനില് ഋതിക തോറ്റ് തുന്നം പാടി പോകുന്നത് കാണാൻ അമ്മയോടൊപ്പം ഈ ഞാനും ഉണ്ടാവും. ഋതിക മാഡം, എന്താ സർ? നിങ്ങളുടെ കുക്കിങ്ങിന്റെ പ്രാക്ടീസ് സെക്ഷനൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. സവാള എങ്ങനെ കട്ട് ചെയ്യണം, മുളക് എങ്ങനെ അരിയണം, എത്ര സെന്റിമീറ്ററിൽ കട്ട് ചെയ്താലാണ് പെർഫെക്റ്റ് ആവുക, വെളിച്ചെണ്ണ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ചൂടാക്കേണ്ടത്, കടുക് എത്ര ഡിഗ്രി സെൽഷ്യസിൽ എണ്ണയിലിടണം, മറികെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്റെ ഡൗട്ട് അതല്ല. എന്താണ് രാജുവിന്റെ ഡൗട്ട്? അല്ല, ഇതൊക്കെ ചെയ്ത് അവസാനം ഉണ്ടാക്കി വരുന്ന ഫുഡിന്റെ അവസ്ഥ എന്തായിരിക്കും? അതെന്താ രാജു അങ്ങനെ ചോദിച്ചേ? ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ മാഡം ഉണ്ടാക്കിയ ഫുഡ്. ആ ഒരു എക്സ്പീരിയൻസിൽ ചോദിച്ചു പോയതാ. അതെ, എന്നെ ഇപ്പൊ ട്രെയിൻ ചെയ്യിക്കുന്നതേ വേറെ ആരുമല്ല, രാധമ്മയാ. മനസ്സിലായോ? അതായത് നിങ്ങൾ 3 പേരെയും വളർത്തി വലുതാക്കിയ രാധമ്മ. 3 പേർക്കും 3 രീതികളായിരുന്നിരിക്കും. ഞാനൊരു ഉദാഹരണത്തിന് പറയാം. ഒരാൾക്ക് എരിവുണ്ടെങ്കിൽ കഴിക്കാൻ പ്രയാസം, ഒരാൾക്ക് എരിവില്ലെങ്കിൽ കഴിക്കാൻ പ്രയാസം, ഒരാൾക്ക് എരിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഉപ്പും പുളിയും നന്നായിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനില് 3 പേരെയും ആ അമ്മയ്ക്ക് കഴിപ്പിക്കാൻ വേണം. അങ്ങനെയുള്ള 3 പേരുടെയും ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചേരുവകൾ ചേർത്ത് ഭക്ഷണം പാചകം ചെയ്ത് വർഷങ്ങളോളം കഴിപ്പിച്ച് വളർത്തി വലുതാക്കിയ അമ്മ. ആ അമ്മയുടെ കാറ്റഗറിയിൽ പെട്ടതാ രാധമ്മ. ആ രാധമ്മയാ എന്റെ ഗുരു. രാധമ്മ എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് എന്താണെന്നറിയോ? എന്താ? കഴിക്കുന്ന ആളിന്റെ മനസ്സറിഞ്ഞു വേണം ഭക്ഷണം ഉണ്ടാക്കാനെന്ന്. എന്നാലേ അതിന് സ്വാദുണ്ടാകൂന്ന്. ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ഗുരു ഉള്ളപ്പോ ഞാൻ മോശമാകുമെന്ന് രാജു കരുതുന്നുണ്ടോ? എന്റെ അമ്മയുടെ കുക്കിങ്ങിനെ പറ്റി എനിക്ക് സംശയമൊന്നുമില്ല. ഇങ്ങെന്തിനാ സംശയം? ഞാൻ ജയിക്കുമോ ഇല്ലയോന്നാണോ? അതെ മാഡം, അതെനിക്ക് സംശയമുണ്ട്. ടെൻഷനും കൂടിയിരിക്കുക. രാജു, ബി കോൺഫിഡന്റ്. ഋതിക എന്ന എനിക്ക് ജീവിതത്തില് ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. അതില് നല്ലൊരു ശതമാനവും ഞാൻ തരണം ചെയ്തിട്ടുമുണ്ട്. പിന്നെ ചില അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. പക്ഷെ രാജു, ഈ കോമ്പറ്റീഷനിൽ ഞാൻ ജയിച്ചിരിക്കും. അതിന്റെ വാശി രാജു നോക്കിക്കോ. ഋതിക മാഡം, വർമ്മ സാറിന് ഈ നാട്ടിലെ ഒരു ഇമേജ് ഉള്ളതാ, അത് കളയരുത്. രാജു, ഇത് കോൺഫിഡൻസ് കളയല്ലേ? ഇല്ല മാഡം, ഞാൻ മാഡത്തിന്റെ കോൺഫിഡൻസ് കളയുന്നില്ല. മാഡം തന്നെ ഈ കോമ്പറ്റീഷനിൽ വിജയിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ് രാജു.
വെറുതെ എന്നെ ടെൻഷൻ ആക്കുകയാണല്ലോ. ഇനി ഞാൻ തോറ്റുപോവോ? ഇല്ല, ഞാൻ ജയിക്കും. എനിക്ക് ജയിക്കണം. രാജു, എന്താ രതിക മാഡം? രാജു നോക്കിക്കോ, ഞാൻ ജയിച്ചിരിക്കും. അത് തന്നെയല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്. ഞാൻ ഓൾ ദി ബെസ്റ്റും പറഞ്ഞതല്ലേ? ആ ആ എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, വരവ് വെച്ചിരിക്കുന്നു. ദൈവമേ, ഋതിക മാഡം ഈ കോമ്പറ്റീഷനിൽ ജയിക്കണേ. മാഡം ഈ ജയം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മാഡത്തിന്റെ ഈ ആഗ്രഹം സഫലമാക്കി കൊടുക്കണേ. അംബിക മേഡം 5 ലക്ഷം തരാന്ന് പറഞ്ഞു. ആരേലും ഒരു 10 ലക്ഷം കൂടി തരുമായിരുന്നെങ്കിൽ ഒന്നാം സമ്മാനം അങ്ങോട്ട് മറിക്കായിരുന്നു. എന്താണ് സെക്രട്ടറി മാഡം, വലിയ കണക്ക് കൂട്ടലാണെന്ന് തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. കോമ്പറ്റീഷന്റെ തിരക്കിലായിപ്പോയി. അറേഞ്ച്മെന്റ്സിനൊന്നും ഒരു കുറവും വരാൻ പാടില്ലല്ലോ ദീപക് സാറേ. അത് ശരിയാ, ഒരു കുറവും വരരുത് കേട്ടോ. കാശുണ്ടാക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് കരുതി മൊത്തത്തിലങ്ങ് വിഴുങ്ങാന്ന് കരുതണ്ട. അവസാനേ ശ്വാസം മുട്ടും. ഈ സാറിന്റെ ഒരു തമാശ. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ. അതല്ല, സാറെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നാ പറഞ്ഞേ. ശില്പയെ ജയിപ്പിക്കാനായി 5 ലക്ഷം ഞങ്ങൾ തന്നതുപോലെ 25 ലക്ഷം സമ്മാന തുകയുള്ള മത്സരത്തിന് കൂടുതൽ ഓഫറുമായി പലരും നിങ്ങളെ സമീപിച്ചെന്നിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രലോഭനങ്ങൾ വീണ് ഞങ്ങളെങ്ങനെ പറ്റിക്കാൻ ശ്രമിച്ച ക്യൂൺസ് ക്ലബിന്റെ സെക്രട്ടറിയുടെ കാല് രണ്ടും തല്ലി ഓടിച്ച് ഈ ക്ലബിനെ തീയും വെക്കും ഞാൻ. മനസ്സിലായോ? ദീപക് സാറേ, ഞാൻ നിങ്ങളുടെ സൈഡാ. ശില്പ എങ്ങനെ ജയിപ്പിക്കണോന്ന് ആലോചനയിലായിരുന്നു ഞാൻ. സത്യം. ശില്പമോളെ ധൈര്യമായിട്ടിരിക്കെ, ഒക്കെ ഞാൻ നോക്കിക്കോളാം. ദീപക്കിനും എനിക്കും ആന്റി ചതിച്ചാലോന്ന് ഒരു സംശയം. അതാ ഞങ്ങൾ രണ്ടും നേരിട്ട് കാണാൻ വേണ്ടി ഇവിടെ വന്നത്. ഇപ്പൊ ഞങ്ങക്ക് ക്ലിയറായി, ഇനി കുഴപ്പമില്ല. സെക്രട്ടറിക്കെല്ലാം മനസ്സിലായല്ലോ? മനസ്സിലായി. എന്റെ ദൈവമേ. ചേട്ടാ, കാർ റെഡിയില്ലേ? അതെ ഏട്ടാ, ഞാൻ ഡ്രൈവർ വിളിക്കാം. ശേരട്ടാ, ഒരു മിനിറ്റ്. എന്താ യാമിനി? പറയ് ശേരട്ടാ. എന്താടാ? ചേട്ടാ, അത് ഋതികമുള്ള കുക്കിംഗ് കോമ്പറ്റീഷന്റെ ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാൻ പോയിട്ട് വരാറായി. ഋതികമുള്ള വന്നതിന് ശേഷം നമുക്ക് ഇറങ്ങിയാ പോരെന്നാ യാമിനി ചോദിക്കുന്നേ. ആണോ? ഒരുപാട് സമയമെടുക്കോ? ഇല്ല പ്രതാപേട്ടാ, അവരിപ്പൊ ഇങ്ങെത്തും. ഇതെന്താ ഈ കോമ്പറ്റീഷന്റെ ആദ്യ റൗണ്ട് എന്ന് പറയുമ്പോ എങ്ങനെ ഇതിന് രീതി? ചേട്ടാ, അത് കോമ്പറ്റീഷന്റെ നോട്ടീസ് കണ്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും വിളിച്ചു വരുത്തി നടത്തുന്ന ഫസ്റ്റ് റൗണ്ട് സെലക്ഷനാണ് ഇന്ന് അവിടെ നടക്കാൻ പോകുന്നത്. 100 പേരിലധികം പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെന്നാ ഋതുമോള് വിളിച്ചപ്പോ പറഞ്ഞത്. ഓ, ഈ 100 പേരിൽ നിന്നും ഫൈനൽ റൗണ്ടിൽ എത്തുന്ന യോഗ്യരായ 3 പേരെ ജഡ്ജസ് തെരഞ്ഞെടുക്കും. അവര് തമ്മിലാ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. ഓ, അപ്പോ ഇന്ന് നടന്ന മത്സരത്തിന്റെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ? അതെ. യാമിനിക്ക് എന്ത് തോന്നുന്നു? ഋതിക അവസാന റൗണ്ടിലേക്ക് സെലക്ട് ആവുമോ? ഋതുമോള് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. രാധമ്മ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഋതുമോള് സെലക്ട് ആവുന്ന എന്റെ മനസ്സ് പറയുന്നത്. രാധമ്മയുടെ ശിക്ഷണവും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുള്ളല്ലേ? ശുഭവാർത്തയായിട്ട് അവര് വരാൻ പോകുന്നെന്നാ എനിക്കും തോന്നുന്നത്.
സമയം വൈകുന്നല്ലോ. അവര് വരാൻ താമസിക്കുമോ? മോളെ ചെറിയമ്മേ, രാജു. ശേഖരൻ സാറേ, മോളെ റിസൾട്ട് എന്തായി? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? നേരിട്ട് കണ്ട് ചെറിയമ്മയോട് പറയണമെന്ന് ഓർത്തിട്ടല്ലേ ഞാൻ കോൾ എടുക്കാത്തെ. എന്തായി മോളെ, സെലക്ട് ആയോ? ഹ, ധൃതി വെക്കല്ലേ, ഞാൻ പറയാം. യാമിനി, ഞാനട്ടെ, സമയമായി. പ്രതാപേട്ട, ഒരു മിനിറ്റ്. ഋതുമോളെ, ചേട്ടൻ പോകുന്നതിന് മുമ്പ് റിസൾട്ട് എന്തായെന്ന് ചേട്ടനോട് പറ. ചെറിയമ്മേ, അത് എന്നോടല്ല, അച്ഛനോട് പറയേ. മോളുടെ റിസൾട്ട് എന്തായെന്ന് അറിയാനാ അച്ഛൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്. ആണോ? അതേന്നെ, പറയും മോളെ. ഫൈനൽ റൗണ്ടിലേക്ക് മത്സരിക്കാൻ 100ഓളം പേരുണ്ടായിരുന്നു. അവരിൽ നിന്ന് സെലക്ട് ആയ 3 പേരിൽ ഒരാൾ ഞാനാണച്ച. ഗുഡ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഫൈനൽ. താങ്ക്സ് അച്ഛ. ചെറിയമ്മേ, അച്ഛൻ എന്നോട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. അമ്മേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ചെവിയുടെ അടുത്ത് വന്നിങ്ങനെ കൂവരുതെന്ന്. അമ്മ ഇങ്ങനെ സൗന്ദര്യം കണ്ടോണ്ട് നിന്നോ? അവള് വിജയശ്രീയിൽ ആളുതേ വന്നത് അമ്മ കണ്ടതല്ലേ? എന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെ അമ്മേ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കൂളായിട്ട് ഒന്നിക്കാൻ പറ്റുന്നേ? അല്ല, എന്താണ് നിന്റെ പ്രശ്നം? ഞാനിനി അത് പ്രത്യേകം പറയണോ? എന്താ അമ്മ എന്നോട് പറഞ്ഞേ? 5 ലക്ഷം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ആർക്കോ കൈക്കൂലി കൊടുക്കാനാണെന്നും ഋതിക കുക്കിംഗ് കോമ്പറ്റീഷനിൽ ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവസാന റൗണ്ടിൽ സെലക്ട് ആയി വന്ന് നിന്നപ്പോ അമ്മ ചിരിച്ച് സന്തോഷം നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ. അതെ, ശരിക്കും സന്തോഷമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ അഭിനയിക്കുന്നതല്ലേ നല്ലത്. എടാ, എങ്കിലല്ലേ ആർക്കും ഒരു സംശയം ഉണ്ടാവാതിരിക്കൂ. എന്താ അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? അവള് കോമ്പറ്റീഷനിൽ ജയിച്ച് ക്യാഷ് പ്രൈസ് വാങ്ങിച്ച് വരുമ്പോ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ചിരിച്ചോണ്ടിരിക്കാനാണോ അമ്മയുടെ പ്ലാൻ? എടാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ കാര്യം അറിയാതെ എന്റെ മുന്നിൽ വന്ന് തുള്ളരുതെന്ന്. എടാ, അവൾ അവസാന റൗണ്ടിൽ സെലക്ട് ആയെന്നല്ലേ ഉള്ളൂ. പാചക മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിച്ചാലല്ലേ നീ ഈ പറയുന്ന ഫസ്റ്റ് പ്രൈസ് അവക്ക് കിട്ടൂ. അതെ, അവളെ ഫൈനലിൽ ഒതുക്കാനായിരിക്കും അമ്മയുടെ പ്ലാൻ അല്ലേ? അതെ. ഉഫ്, അമ്മ ഇങ്ങനെ ഒരു പഴഞ്ചനായി പോയല്ലോ. ഇവളെയൊക്കെ തുടക്കത്തിൽ തന്നെ എടുത്ത് പുറത്തു കളയുന്നല്ലേ ബുദ്ധി. ഇനി അവസാന നിമിഷം വരെ കാത്തിരുന്ന് എന്തെങ്കിലും പാകപ്പിഴ അമ്മയ്ക്ക് സംഭവിച്ച ഒറ്റ ദിവസം കൊണ്ട് അവൾ സ്റ്റാർ ആവും. നമ്മളിവിടെ ഇരുന്ന് അതോർത്ത് കരയും. എടാ മോനെ, അവിടെയാ നിനക്ക് തെറ്റിയത്. അവൾ ഈ മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തടയാനായിരുന്നെങ്കിലേ ഞാനൊരു പൂ പറിച്ച് കളയുന്ന ലാഘവത്തോടെ എപ്പോഴേ ചെയ്തേനെ.
ഋതികയുടെയും രാജുവിന്റെയും വീട്ടുകാരുടെ പ്രതീക്ഷ മുഴുവൻ ഈ മത്സരത്തിലാ. ഈ മത്സരത്തിൽ ജയിച്ച് അതിൽ നിന്നും കിട്ടുന്ന സമ്മാന തുക കൊണ്ട് എന്തൊക്കെയോ സാധിച്ചു കളയാന്നുള്ള ചിന്തയിലാ അവരെല്ലാവരും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഋതിക ജയിക്കും ജയിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാവരുടെയും തലച്ചോറ് മരവിപ്പിച്ചുകൊണ്ട് ഞാനവളെ ഗ്രാൻഡ് ഫിനാലയിൽ തോൽപ്പിക്കും. തോൽപ്പിച്ച് നാണം കെടുത്തും. അമ്മയ്ക്ക് അത് യോഗ്യത മത്സരത്തിൽ ചെയ്താൽ പോരായിരുന്നോ? ഗ്രാൻഡ് ഫിനാലയിൽ അമ്മ വിചാരിക്കുന്ന പോലൊക്കെ നടക്കണമെന്നുണ്ടോ? ഒക്കെ നടക്കൂടാ. അതിനുള്ള കരുക്കളൊക്കെ ഞാൻ കൃത്യമായി നീക്കിയിട്ടുണ്ട്. അവള് ജയിക്കൂന്ന് വിചാരിച്ച് രാജുവിന്റെ വീട്ടുകാരൊക്കെ കൊറേ സ്വപ്നം കാണട്ടടാ. ആ സ്വപ്നങ്ങളൊക്കെ തകരുമ്പോഴല്ലേ അവൾക്കും ആ ദരിദ്രവാസികൾക്കും നോവും. എല്ലാത്തിന്റെയും മനസ്സ് വേദനിപ്പിച്ച് അപമാനിതരായി തോറ്റ് തുന്നം പാടുന്നത് നിനക്ക് കാണണ്ടേ? ഞാൻ പറഞ്ഞ കാര്യം രാജു അച്ഛനോട് പറഞ്ഞു കാണൂ? എന്താ മാഡം, എന്തിനെന്നെ വിളിച്ച്? ഞാൻ പറഞ്ഞത് എന്തായി രാജു? ഉഫ്, എന്റെ പൊന്നോ, വർമ്മ സാറിനോട് ഞാൻ ഒന്നും സംസാരിച്ചില്ല. അതെന്താ? സംസാരിക്കാൻ സമ്മതിച്ചിട്ടല്ലേ ഇവിടുന്ന് പോയത്? ഞാൻ സമ്മതിച്ചെന്നോ? അതോ ഋതിക മാഡം എന്നെ കൊണ്ട് നിർബന്ധിച്ചപ്പോ ഞാൻ ഇവിടുന്ന് സഹിയായിട്ട് പോയതാണോ? പറ്റില്ല, പറ്റില്ല. എങ്ങനെയാണെങ്കിലും രാജു എന്നോട് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചു തരാന്ന് വാക്ക് പറഞ്ഞതാ. ഇനി വാക്ക് മാറാൻ പറ്റില്ല, പറഞ്ഞേക്കാം. ചൂടാവല്ലേ മാഡം, ഞാൻ യാമിനി മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. മാഡം വർമ്മ സാറിനോട് സംസാരിക്കും. കുക്കിംഗ് കോമ്പറ്റീഷനിൽ ജയിക്കാൻ വർമ്മ സാറ് ഋതിക മാഡത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും. രാജു, ഞാൻ രാജുവിനെ പറഞ്ഞേൽപ്പിച്ച കാര്യം ചെറിയമ്മ ഏൽപ്പിച്ചോ? ചെറിയമ്മ അച്ഛനോട് സംസാരിക്കൊന്നും ഇല്ല. ചെറിയമ്മ മിക്കവാറും അത് ചെറിയച്ഛനെ ഏൽപ്പിച്ചു കാണും. പോ രാജു. അച്ഛന്റെ അനുഗ്രഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായും കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്യായിരുന്നു. കോൺഫിഡൻസ് ഒക്കെ പോയി. മാഡം, യാമിനി മാഡം, വർമ്മ സാറിനോട് ഋതിക മാഡത്തിന്റെ കാര്യം സംസാരിച്ചോ? ദൈവമേ, ഞാൻ സംസാരിക്കാനോ? ഇല്ല. വർമ്മ സാറിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാവുന്ന യാമിനി മാഡം പറഞ്ഞല്ലേ? ഞാൻ എപ്പോഴാ രാജു പറഞ്ഞു സമ്മതിച്ചത്? ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും രാജു എന്നെ നിർബന്ധിച്ച് ഏട്ടന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതല്ലേ? രാജുവിനോടൊരു കാര്യം പറഞ്ഞ രാജു ചെയ്യണം. അല്ലാതെ യാമിനി ചെറിയമ്മയെ ഏൽപ്പിക്കാനായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞ പോരായിരുന്നോ? ചെറിയമ്മ അച്ഛനോടൊന്നും പറഞ്ഞു കാണില്ല. ഇല്ല മോളെ, ഞാൻ പറഞ്ഞു. പറഞ്ഞോ? പറഞ്ഞോ? എന്തു പറഞ്ഞു? ഋതികയ്ക്ക് ചേട്ടനോട് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ദൈവമേ, ചെറിയമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്? എനിക്ക് പറയാൻ പേടിയായിരുന്നു മോളെ. വർമ്മ സാർ വരുന്നു. വാ. രാജു, ഇവിടെ എന്താ നിന്റെ പിന്നിൽ തന്നെ നിൽക്കുന്നത്? മാഡം, മാഡം മുന്നിലോട്ട് നിൽക്കും.
നിനക്കെന്തോ അത്യാവശ്യമായിട്ട് എന്നോട് പറയാനുണ്ടെന്ന് യാമിനി പറഞ്ഞു. എന്താ അത്? എന്താ യാമിനി? ഋതുമോളെ പറയേ. അത് ഞാൻ പിന്നെ എന്താ എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത് മറന്നോ നീ? ശരി, ഓർമ്മ വരുമ്പോ പറഞ്ഞാ മതി, ഞാൻ ഇവിടെ തന്നെ കാണും. പറയേ, ഓർമ്മ വന്നോ നിനക്ക് പറയാനുള്ളത്? മാഡം പറയും മാഡം. അച്ഛൻ നാളെ ഫുഡ് കോമ്പറ്റീഷന്റെ ഫൈനല്. ഞാനിന്ന് വൈകിട്ട് രാജുവിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് രാവിലെ നേരെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് പോവും. കോമ്പറ്റീഷനിൽ വിന്നായി 1ാം സമ്മാനം എനിക്ക് കിട്ടാൻ അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം.